Hello friends, welcome to the channel. അപ്പോൾ നമുക്ക് നമ്മുടെ SBI കാർഡ്സിലത്തെ നാലാമത്തെ ക്രെഡിറ്റ് കാർഡും നമുക്ക് ഇപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട്. നോർമലി 4 ക്രെഡിറ്റ് കാർഡ്സുകൾ SBI കാർഡ്സ് കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ SBI കാർഡ്സിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് എല്ലാ അഡീഷണൽ കാർഡ് എടുക്കുമ്പോൾ അതിന് സെപ്പറേറ്റ് ലിമിറ്റ് ആണ്. എൻ്റെ ഓൾറെഡി ഇപ്പോൾ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് ഉണ്ട്, SBIയുടെ സിമ്പിൾ ക്ലിക്ക് കാർഡ് ഉണ്ട്, BPCL കാർഡ് ഉണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ നാലാമത്തെ ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ IRCTC SBI ക്രെഡിറ്റ് കാർഡ്. ഇതും ഒരു എൻട്രി ലെവൽ കാർഡ് തന്നെയാണ്. ആനുവൽ ചാർജ് വരുന്നത് 500 അല്ല, ജോയിനിങ് ചാർജ് വരുന്നത് 500 പ്ലസ് GST ആണ്. ആനുവൽ ചാർജ് വരുന്നത് 300 പ്ലസ് GST ആണ്. IRCTC ബേസ്ഡ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. IRCTC ലിമിറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 1 lakh to 1.5 lakh ആണ്. അപ്പോൾ അതിൽ ഏതാണ് ഇപ്പോൾ അപ്രൂവ് അതിൻ്റെ കാർഡ് സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ സംഭവം ആണെങ്കിൽ സ്ക്രീൻഷോട്ട് സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. ഞാൻ നമുക്ക് കാർഡും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കാർഡ് കിട്ടിയാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള എന്താ പറയുക ലിമിറ്റ് സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ SBI കാർഡ്സ്, ഞാൻ SBIയുടെ കാർഡ്സ് ആപ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇത്ര ആഡ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഇന്ന് കാലത്ത് വന്നല്ലോ അപ്രൂവ് ആയതില്ല. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിന് ശേഷം എന്തായാലും ഇതിൻ്റെ ഈ ഗ്യാപ്പിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് ലിമിറ്റ് വന്നിട്ടുണ്ടാവുക. പിന്നെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ ഇത് ഈ കാർഡിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ IRCTC ട്രാൻസാക്ഷനും നമുക്ക് ഓഫറില്ല. 10% നമുക്ക് ഇതിൻ്റെ ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട് കേട്ടോ ബുക്കിംഗ് ചെയ്യുമ്പോൾ കാർഡ്. അത് AC ഒക്കെയാണ്. ഞാനത് കറക്റ്റ് എടുത്ത് പറയാം. ഞാൻ അവിടെ നോട്ട് ചെയ്ത് ഞാനത് ആ സംഭവം നിർക്കട്ടെ. IRCTC പ്രീമിയം കാർഡ് എന്നാണ് അതിൻ്റെ പേര് വരിക. പ്ലാറ്റിനം കാർഡ് എന്നാണ് പേര് വരിക. പ്രീമിയം കാർഡ് വേറെ ഉണ്ട്. അതിന് 1500 പ്ലസ് GST ആണ്. അത് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ നോർമലി പ്രീമിയം കാർഡ്സ് അപ്ലൈ ചെയ്യാറില്ല. അതിന് കുഴപ്പം. നമുക്കിതിൽ വെൽക്കം ബെനിഫിറ്റ് 350 രൂപയുടെ ആക്ടിവേഷൻ ബോണസ് റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നുണ്ട്. സിംഗിൾ ട്രാൻസാക്ഷൻ ഓഫ് 500 അല്ലെങ്കിൽ മോർ നമ്മൾ ആദ്യത്തെ 45 ദിവസത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇതിൽ നമുക്ക് ഫ്യൂവലും ഗ്യാസ് പെൻസിലും ഇൻക്ലൂഡഡ് അല്ല. പിന്നെ നമുക്ക് പിന്നെ വരുന്നത് വാല്യൂ ബാക്ക് ബെനിഫിറ്റ്സുകളാണ്. നമുക്ക് ബൈ ടിക്കറ്റ്സ് കിട്ടുന്നുണ്ട് IRCTC കൂടെയോ അല്ലെങ്കിൽ IRCTC മൊബൈൽ ആപ്പിൽ കൂടെയോ. AC1, AC2, AC3 എക്സിക്യൂട്ടീവ് ചെയർ കാർ അല്ലെങ്കിൽ ചെയർ കാർ ടിക്കറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് 10% വാല്യൂ ബാക്ക് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ റിവാർഡ് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 റിവാർഡ് പോയിന്റ് ആണ് എവരി 125 rupees സ്പെൻഡ്. അത് ഫ്യൂവൽ ഒഴിച്ച് ബാക്കിയില്ല അതിന് കേട്ടോ. റെയിൽവേ ടിക്കറ്റിനും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ട്രാവൽ ഓഫേഴ്സ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1% ട്രാൻസാക്ഷൻ ചാർജ് സേവ് ചെയ്യാൻ പറ്റും ബുക്കിംഗ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് റെയിൽവേ ലോഞ്ച് പ്രോഗ്രാമിലും നമുക്ക് സംഭവം കിട്ടും. 4 കോംപ്ലിമെൻ്ററി റെയിൽവേ ലോഞ്ചസ് നമുക്ക് ഒരു ഇയറിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കാർഡിൻ്റെ ഓവറോൾ ഒരു മെയിൻ ഒരു എന്താ പറയുക. ഇത് അത്യാവശ്യം ഈസി ആയിട്ട് അപ്രൂവ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു SBI കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്താ വെച്ചാൽ നോർമലി ഇവരുടെ ബാക്കിയെല്ലാം SBI സിമ്പിൾ ക്ലിക്ക് ആയിക്കോട്ടെ, SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് ആയിക്കോട്ടെ, ക്യാഷ് ബാക്ക് കാർഡ് കുറച്ച് പാടാണ്. ബാക്കി എല്ലാ ക്രെഡിറ്റ് കാർഡും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ കാർഡ് അപ്രൂവ് പെട്ടെന്ന് ആവുന്നുണ്ട്. എന്താ വെച്ചാൽ അത്ര അധികം ഡിമാൻഡ് ഇല്ലാത്ത കാർഡാണ് IRCTC കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഒരു SBIയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും IRCTCയുടെ കാർഡ് അപ്ലൈ ചെയ്യാൻ മറക്കേണ്ട. നമ്മുടെ സെറ്റാപ്പിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ളൂ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. മറക്കണ്ട, താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ IRCTC SBI കാർഡ്. ഇത് ഞാൻ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് കാർഡ് വരുമ്പോൾ ചെയ്യാം. എന്ന് വെച്ചാൽ റൂപേ പ്ലാറ്റ്ഫോമിൽ വരുന്ന കാർഡാണത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, റൂപേ തന്നെയല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് അല്ല വിസ പ്ലാറ്റ്ഫോമിലാണ്, റൂപേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക UPIയിൽ ചെയ്യാൻ പറ്റില്ല, വിസ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പോൾ ആമസോൺ ICICI കാർഡ് നമുക്ക് ഗൂഗിൾ പേ അടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് റൂപേ കാർഡുകൾക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. വിസ കാർഡുകൾക്കും മാസ്റ്റർ കാർഡുകൾക്കും പറ്റില്ല എന്നല്ല, അത് ഇനി അതിന് സപ്പോർട്ട് വരണം. എന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് പരിപാടിയാണ് UPI സംഭവങ്ങളൊക്കെ, അവർ ഇന്ത്യൻ ടെക്നോളജിയാണ്. അപ്പോൾ അവർ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ വിസ മാസ്റ്റർ കാർഡൊക്കെ ആയിട്ടുള്ള അമേരിക്കൻ ബ്രാൻഡുകൾക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് റൂപേ പ്ലാറ്റ്ഫോം തന്നെയാണ്, അതായത് ഇന്ത്യയുടെ പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിനുശേഷം മറ്റതും വരും, പക്ഷേ ഇതുവരായിട്ട് വന്നിട്ടില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു 2025 ആകുമ്പോഴേക്കും വിസ മാസ്റ്റർ കാർഡൊക്കെ UPI സപ്പോർട്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും ഇപ്പോൾ അടുത്ത വീഡിയോ കാണാം.